അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുദൈൽ ഇബ്നു വർഖാ ദാറുൻ നദ്വയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചൂടേറിയ ചർച്ചകൾ നടക്കുകയായിരുന്നു. ബുദൈലിനെ കണ്ടപ്പോൾ അവർ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം ഒന്ന് നിർത്തി. ബുദൈൽ അവരോട് പറഞ്ഞു, മക്കയുടെ നേതാക്കളെ, എനിക്ക് നിങ്ങളുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനിപ്പോൾ മുഹമ്മദിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്. ഇത് കേട്ടതോടുകൂടെ സദസ്സിൽ ഒരുപാട് ആൾക്കാർ ഒരേ സമയം പറഞ്ഞു, നീ ഒന്നും പറയണ്ട. ഈ സമീപനത്തിൻ്റെ പിന്നിൽ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാരണമാണുള്ളത്. ബനു ഖുസാഅക്കാർ ഖുറൈശികളോട് അത്ര തന്നെ താല്പര്യം കാണിക്കുന്നവരല്ല. ബനു ബക്കർക്കാരാണ് ഖുറൈശികളുടെ ആൾക്കാർ. അതുകൊണ്ട് ബനു ഖുസാഅക്കാരെ എപ്പോഴും ഒരു സംശയത്തോടു കൂടെയാണ് ഖുറൈശികൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് നീ ഒന്നും പറയേണ്ട എന്നവർ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വിളിച്ചു പറയുകയായിരുന്നു ചെയ്തത്. പക്ഷേ കൂട്ടത്തിൽ ആഴവും ചിന്തയും യുക്തിയും ബുദ്ധിയും ഒക്കെയുള്ള ആൾ, ഏതോ ഒരാൾ, വലീദ് ബിൻ മുഗീറ ആവാം, അയാൾ പറഞ്ഞു, അല്ല ബുദൈൽ, പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾക്ക് എന്ത് വിവരമാണ് ഞങ്ങൾക്ക് കൈമാറാനുള്ളത്? പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ മുഹമ്മദിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്. മുഹമ്മദുമായി ഞാൻ സംസാരിച്ചു. സംസാരം തുടങ്ങുമ്പോൾ തന്നെ, ഈ സമയത്ത് ഇങ്ങനെ നിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് അപകടമാവില്ലേ എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ അതിനെല്ലാം മുഹമ്മദ് പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനുവേണ്ടി വന്നതല്ല. യുദ്ധത്തിനാവശ്യമായ ആയുധങ്ങൾ അവർ കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല അവരോടൊപ്പം പ്രത്യേകം അടയാളം ചാർത്തപ്പെട്ട ബലിമൃഗങ്ങൾ ഉണ്ട് താൻ. അപ്പോൾ അവരുടെ ഉദ്ദേശം സത്യത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുക, കലാപമുണ്ടാക്കുക, യുദ്ധമുണ്ടാക്കുക, ഒരു ഏറ്റുമുട്ടലുണ്ടാക്കുക, നിങ്ങളുമായി കൊമ്പ് കോർക്കുക എന്നതൊന്നും അല്ല, ഒട്ടും ഒരിക്കലും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ അദ്ദേഹത്തെ തടയേണ്ട ആവശ്യമില്ല. യാതൊരു ന്യായവും നിങ്ങൾ തടയുന്നതിൻ്റെ പിന്നിലില്ല. അവർക്കിത് അവരുടെ നാടാണ്. അതുകൊണ്ട് അവർക്കിങ്ങോട്ട് വരാനുള്ള അവകാശം എന്തായിരുന്നാലും ഉണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവർ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. ശരി ബുദൈൽ, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞല്ലോ, ഇനി പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തു. അതിനിടയിൽ ഖുറൈശികൾ ആലോചിച്ചു, സത്യത്തിൽ മുഹമ്മദ് ആയുധം എടുത്തിട്ടല്ല വന്നിരിക്കുന്നത് എന്ന് പറയുന്നതും, മുഹമ്മദിൻ്റെ ഒപ്പം അടയാളം ചാർത്തപ്പെട്ട ബലിമൃഗങ്ങളുണ്ട് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടും പോലെ അവർ മക്ക പിടിച്ചടക്കാനോ മക്ക സ്വന്തമാക്കാനോ ഒന്നുമുള്ള വരവായിക്കൊള്ളണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈനിക നടപടി നടത്തുന്നതിന് മുമ്പ്, ഖുറൈശികളിലെ പ്രത്യേകിച്ചും അറബികളിലെ ഒരു നന്മയാണത്, കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അവർ ആ ബോധ്യത്തെ മാനിക്കും. ഇത് അവരുടെ ഒരു വലിയ പ്രത്യേകതയും നന്മയുമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ദൂതനെ പറഞ്ഞേക്കാം, ചർച്ചകൾക്ക് വേണ്ടി ഒരു ദൂതനെ പറഞ്ഞേക്കാം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ അതിനു വേണ്ടി മുഹമ്മദിൻ്റെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുവാൻ വേണ്ടി, ചർച്ച ചെയ്യാൻ വേണ്ടി ഒരാളെ കണ്ടെത്തി. അയാളുടെ പേര് മിഖ്റസ് ബിൻ ഹഫ്സ് എന്നായിരുന്നു. മിഖ്റസ് ബിൻ ഹഫ്സ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അദ്ദേഹം നേരെ ഹുദൈബിയയിലേക്ക് പുറപ്പെട്ടു. ദൂരെ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. മക്കക്കാരുടെ ദൂതനായിക്കൊണ്ട്, ഖുറൈശികളുടെ ദൂതനായിക്കൊണ്ട് അവരുടെ സന്ദേശവുമായി ചർച്ച ചെയ്യാൻ വേണ്ടി അവരുടെ പ്രതിനിധി മിഖ്റസ് വരുന്നുണ്ട് എന്ന്. ദൂരെ നിന്നേ ആ കാഴ്ച കണ്ടപ്പോൾ നബി അനുയായികളോട് പറഞ്ഞു, മിഖ്റസ് ആണ് വരുന്നത്, ആള് ഒരു ചതിയനാണ്. നബി അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ഈ
ഖുറൈശികളുടെ ദൂതന്മാർ, ഒന്നിലധികം ദൂതന്മാർ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിലെ അധ്യായങ്ങളിലൊക്കെ അത് കേൾക്കാനും പറയാനുമുണ്ട്. ഓരോ ദൂതനോടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ശൈലി, രീതി ഇത് വ്യത്യസ്തമാണ്. അത് നമുക്ക് സാമൂഹ്യ ശാസ്ത്ര മേഖലയിൽ പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ചതിയനാണ് എന്ന് പറഞ്ഞു. ദൂതൻ എത്തി, മിക്രസ് എത്തി, നബിയുടെ മുമ്പിൽ ഇരുന്നു, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചതിയനുമായി സംസാരിക്കുമ്പോൾ അനുരജ്ഞനത്തിന് വേണ്ടി അല്ലെങ്കിൽ വിഷയത്തിൽ ഒരു തീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റാൻഡുകളിൽ, നമ്മുടെ നിലപാടുകളിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല എന്നാണ്. അതായത് ചതിയനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ്. ചതിയനെ പരിഗണിക്കേണ്ടതില്ല. ഒരു മാധ്യസ്ഥ ശ്രമം നടത്തുന്ന ആളെന്ന് പറയുന്ന ആൾ രണ്ട് ഭാഗത്തെ കേൾക്കാനുള്ള മാനസികമായി കഴിവുള്ള ആളായിരിക്കണം, വിശാലതയുള്ള ആളായിരിക്കണം. ചതിക്കുന്ന ആളുണ്ടല്ലോ, ഇവിടെ പറഞ്ഞത് അവിടെ പറയാതെ, അവിടെ പറഞ്ഞത് ഇവിടെ പറയാതെ, തൻ്റെ ഗൂഢമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്ന ആൾ, അയാൾ അർത്ഥമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി ഒരു പ്രത്യേക പരിഗണനയും ചർച്ചയിൽ നൽകേണ്ടതില്ല എന്നാണ് നബിയുടെ ഒരു സമീപന രീതി ശാസ്ത്രം എന്ന് പറയുന്നത്. വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്നൊരു പോയിൻ്റാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സാമൂഹ്യമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ നയങ്ങൾ, മേന്മകൾ, പോളിസികൾ ഇതെല്ലാം നമ്മോട്, ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ തന്നെ നമ്മൾ പഠിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിക്രസിനോട് പറഞ്ഞതെല്ലാം ബുദൈലിനോട് നേരത്തെ പറഞ്ഞത് മാത്രമായിരുന്നു. ഞങ്ങൾ ഒരു ആരാധനയ്ക്ക് വേണ്ടി വന്നതാണ്, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾക്ക് വേറെ ഉദ്ദേശമില്ല, വേറെ ഉദ്ദേശമുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞങ്ങൾക്കതാണ് പറയാനുള്ളത്. മിക്രസ്, നിങ്ങൾക്ക് ഖുറൈശികളോട് പോയി അത് പറയാം. അപ്പോൾ മിക്രസ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല നമുക്കൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിയാലോ, ഒരു അനുരജ്ഞനത്തിലേക്ക് എത്തിയാലോ? നബി പറഞ്ഞു, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, ഇത് പോയി പറഞ്ഞേക്കൂ, ഞങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയറാണ്, അതുകൊണ്ട് അത് തന്നെയാണ്. അങ്ങനെ മിക്രസ് മടങ്ങി ദാറുന്നദ്വയിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കും മനസ്സിലായി, മിക്രസിനും മനസ്സിലായി, തൻ്റെ ഈ ദൗത്യശ്രമം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന്. ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അവർ മറ്റൊരു ദൂതനെ അയക്കാൻ തീരുമാനിച്ചു. ആ ദൂതൻ ആരായിരുന്നു എന്നറിയാമോ? പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.